ഈ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ടോയ്ലറ്റ് വന്നു. ഉറപ്പായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകൾക്കും അത് കാരണമാകും. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വലിയ കടബാധ്യതയ്ക്കും ഇത് കാരണമാകും. നമ്മുടെ ഒരു വീട് ഒരാൾ വെച്ചു, അതിൻ്റെ പ്ലാൻ തെറ്റിപ്പോയി, അതെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു, ആ പ്ലാൻ തെറ്റിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു റഫായിട്ടുള്ളൊരു പ്ലാൻ ഞാൻ വരച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇത് എല്ലാ റൂമുകളും ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. വീടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ്. ഈ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഷേപ്പ് സ്ക്വയറായിട്ട് കൊണ്ടുവന്നിട്ട് ഈ വടക്ക് കിഴക്കെന്ന് പറയുന്നത്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ, ഈശാന കോണ്, ഇത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈശാന കോണ് മിസ്സിംഗ് ആയി. ഈശാന കോണ് മിസ്സിംഗ് ആകുമ്പോൾ നമുക്ക് വാസ്തുപ്രകാരം വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന സ്ഥലമാണ്. ഇവിടെ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ വീടിന്റെ അഭിവൃദ്ധി നഷ്ടപ്പെടുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ എന്ത് സംഭവിച്ചു? ഈശാന കോണ് മിസ്സിംഗ് ആയി. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക്, പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ടോയ്ലറ്റ് വന്നു. സൗത്ത് ഈസ്റ്റ് കോർണറിൽ ടോയ്ലറ്റ് വന്നാൽ ഉറപ്പായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകൾക്കും അത് കാരണമാകും. ഇനി ഇവിടെ ടോയ്ലറ്റ് വന്നപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്തു? അതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വീടിന് പുറത്ത് സെപ്റ്റി ടാങ്ക് കൊടുത്തു. ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വലിയ കടബാധ്യതയ്ക്കും ഇത് കാരണമാകും. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു, പക്ഷേ ജീവിതത്തിൽ വലിയ വലിയ ദോഷങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ വീട് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടാണ്. ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് സിറ്റ് ഔട്ട് ഇരിക്കുന്നത്. അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെ പ്രധാന ഡോറും വന്നു. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എത്ര പൈസ വന്നാലും 10 പൈസ കയ്യിൽ കാണാതെ, പൈസ നിൽക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ വീടിൻ്റെ വാസ്തു തെറ്റിയപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു എന്ന് കണ്ടല്ലോ. വളരെ നിസ്സാരമായി കരുതാവുന്ന അല്ലെങ്കിൽ കാണുന്ന ചില കാര്യങ്ങളാണ്, പക്ഷേ വലിയ വലിയ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുമൂലം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലൊരു യൂട്യൂബിലൊരു പ്രോഗ്രാം കണ്ടു ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോയി പൊളിക്കുക, അത് ഇതാക്കുകയല്ല. അതിൻ്റെ അറിയാവുന്ന നല്ലൊരു വാസ്തു അല്ലെങ്കിൽ ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഇത് കേട്ടത് കൊണ്ട് ഓടിപ്പോയി പൊളിക്കേണ്ട കാര്യമില്ല. പൊളിക്കാതെ തന്നെ ഫംഗ്ഷു പ്രകാരം ഇതിന് കറക്ഷൻസ് ചെയ്യാവുന്നതായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിനി ഫംഗ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് പല നേട്ടങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധയാണ്. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തുമായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാഫിൻ ബുദ്ധ നമ്മുടെ വീട്ടിൽ വെക്കുന്നു. അപ്പോൾ ഇതിന്നൊരു പോസിറ്റീവ് എനർജി ആ വീടും പരിസരവും നിറയും. അപ്പം നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, അതുപോലെ തന്നെ എപ്പോഴും വീട്ടിലൊരു സന്തോഷം, അതാണെങ്കിൽ തന്നെ തൊഴിൽ, സമ്പത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധ മുഖേന നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരു ലാഫിൻ ബുദ്ധ വെച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും മാറുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലാഫിൻ ബുദ്ധ വെക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടൊരു എനർജി ഉണ്ട്, അതിൻ്റേതായിട്ടൊരു ചേഞ്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ലാഫിൻ ബുദ്ധയ്ക്ക് കഴിയും. ലാഫിൻ ബുദ്ധ ഒരുപാട് മോഡലുണ്ട്, അതിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ളത് ട്രാവലിംഗ് ബുദ്ധയാണ്. അടുത്ത നമുക്ക് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. 3 ലെഗ്ഡ് ഫ്രോഗ് നമുക്ക് എവിടെ വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ പ്രധാന ഡോറിന്റെ സമീപത്ത് വയ്ക്കാം. ഇത് നിങ്ങളുടെ ഓഫീസുകളിലോ നിങ്ങളുടെ ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പുകളിലോ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും നിങ്ങളുടെ ക്യാഷ് ബോക്സിലോട്ട് നോക്കി ഇത് വയ്ക്കാവുന്നതാണ്. അടുത്തത് ഒരു നാച്ചുറൽ കലാഭാഷാണ്. ഇത് നിങ്ങളുടെ ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടി നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ ബെഡിൻ്റെ സമീപത്ത്, പില്ലോയുടെ സമീപത്ത് ഇത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ചെറിയ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കൂ. വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.